ഹലോ ഗൈസ്, വിഷ്ണു വർഷ വ്ളോഗിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കുറ്റിപ്പുറം കാടാമ്പുഴയ്ക്ക് പോകുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗൈസ്, ചെറിയൊരു മിസ്റ്റേക്ക്, എൻ്റെ മിസ്റ്റേക്ക് മൂലം എനിക്ക് ആ ട്രെയിൻ മിസ്സായി. 6:45 ഇന്ന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 5:30 ഇറങ്ങിയത്. പക്ഷേ ഇവിടുന്ന് ഓട്ടോയോ ബസ്സൊന്നും കിട്ടാത്ത മൂലം എനിക്ക് ആ ട്രെയിൻ മിസ്സായി. ഞാനിപ്പോൾ ഇവിടെ തൃശ്ശൂർ അടുത്തുള്ള പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ പോയെങ്കിലും ട്രെയിൻ മിസ്സാവുകയും നമുക്കങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയും ചെയ്തു. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട് ജംഗ്ഷൻ വഴി ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ പേരും ടിക്കറ്റ് റേഞ്ച് എനിക്ക് അത്ര ക്ലിയറായിട്ട് ഓർമ്മയില്ലെങ്കിലും ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കാടാമ്പുഴയ്ക്ക് ഇങ്ങനെ പോകേണ്ടതെന്നും പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം കാടാമ്പുഴയ്ക്ക് ഇങ്ങനെ പോകേണ്ടതെന്ന് പറഞ്ഞുതരാം. അതെല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. നമ്മളിപ്പോൾ തൃശ്ശൂർ ഭാഗത്തുനിന്ന് പോകണവരാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 6:45 തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ് ഉണ്ട്. പാസഞ്ചർ തന്നെ പറയാം നമുക്ക്, തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ്. അതിൽ കയറാം. 6:45 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ 24 മിനിറ്റ് യാത്ര ചെയ്ത് ഒരു 8:10 കൂടി നമ്മുടെ വണ്ടി ഷൊർണൂർ ജംഗ്ഷൻ വഴി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കുറ്റിപ്പുറം വരെ ഈ തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ്സിൽ വരുന്നത് ഒരാൾക്ക് ടിക്കറ്റ് റേഞ്ച് 40 രൂപയാണ്. എല്ലാം റിസർവ്ഡാണ്, എവിടെ വേണമെങ്കിൽ കയറാം. അപ്പോൾ 40 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം ഇറങ്ങി കഴിഞ്ഞാൽ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ഈ കുറ്റിപ്പുറം സ്റ്റാൻഡ് വരുന്നത്. കുറ്റിപ്പുറം സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ നേരെ വളാഞ്ചേരിക്കുള്ള ബസ് കയറണം. വളാഞ്ചേരിക്ക് ത്രൂ പ്രൈവറ്റ് ബസ് ഉണ്ട്. വെട്ടിച്ചിറയ്ക്ക് ലിമിറ്റഡും ഉണ്ടാവും, കോഴിക്കോട് ബസ്. അതിൽ കയറേണ്ട ആവശ്യമില്ല, കയറി ഇത്തിരി റിസ്ക്കാണ്. അപ്പോൾ നിങ്ങൾ വളാഞ്ചേരി ബസ്സിൽ കയറാം. വളാഞ്ചേരിയിൽ നിന്ന് കയറിയിട്ട് വളാഞ്ചേരി സ്റ്റാൻഡിൽ അവർ ഇറക്കി തരും. ഇവിടുന്ന് കുറ്റിപ്പുറത്തുനിന്ന് കയറി കഴിഞ്ഞാൽ നേരെ വളാഞ്ചേരി സ്റ്റാൻഡിൽ അവർ ഇറക്കി തരും. വളാഞ്ചേരി സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് നേരിട്ട് ബസ് സർവീസുകളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കയറി കാടാമ്പുഴ ക്ഷേത്രത്തിൽ ഇറങ്ങി ദർശനം നടത്താം. മുട്ടറക്കാനൊക്കെ അവിടെ സ്പെഷ്യൽ ടൈം തോന്നിച്ചാൽ എല്ലാവരും ദർശനം നടത്തിയിട്ട് മുട്ടറക്കലൊക്കെ അവിടെ നടത്തും. അപ്പോൾ അങ്ങനെയാണ് കാടാമ്പുഴയ്ക്ക് യാത്ര. അപ്പോൾ എങ്ങനെയൊന്നുകൂടി പറഞ്ഞുതരാം. 6:45 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകണ ഡെയിലി ഓടുന്ന തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ്സിൽ കയറി 40 രൂപ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കണു. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങണു. റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നേരെ തന്നെയാണ് ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് വളാഞ്ചേരിക്ക് പ്രൈവറ്റ് ബസ് കയറണു. വളാഞ്ചേരി ഇറങ്ങണു. 15 രൂപയാണ് ഏകദേശം വളാഞ്ചേരി വരെ ഒരാൾക്ക് വരുന്നത്. വളാഞ്ചേരി ഇറങ്ങിയിട്ട് വളാഞ്ചേരിയിൽ നിന്ന് ത്രൂ നമ്മൾ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള ബസ് കയറുന്നു. കാടാമ്പുഴ ക്ഷേത്രം എന്ന് ബോർഡിലുണ്ടാവും. കാടാമ്പുഴ ക്ഷേത്രം എന്ന് ബോർഡുണ്ടാവും. ബസ് അതിൽ കയറി കാടാമ്പുഴയിൽ ഇറങ്ങണു. ഏകദേശം വളാഞ്ചേരിയിൽ നിന്ന് കാടാമ്പുഴയ്ക്ക് ഒരു 8-9 കിലോമീറ്റർ ഉള്ളൂ. 8-9 കിലോമീറ്ററിന് ദൂരം ഉണ്ട് അങ്ങോട്ട്. നമ്മളങ്ങോട്ട് പോയിട്ട് അവിടെ ഇറങ്ങണു, തൊഴണു. ഇനി തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട് ജംഗ്ഷൻ വഴി ചെന്നൈക്ക് പോകുന്ന ട്രെയിനുകളുടെ പേരും ടിക്കറ്റ് റേഞ്ചും കോച്ചും. ഞാൻ ഈ ഡബ്ബല്ല ചെയ്യണം, നേരിട്ട് ഇത് ചെയ്യണം. എനിക്ക് നോക്കി പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനൊരു ഊഹം വെച്ചാൽ പറയണത്. തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം തന്നെ എല്ലാ ദിവസവും 3 മണിക്ക് പുറപ്പെടുന്ന തിരുവനന്തപുരം ചെന്നൈ മെയിൽ, പാലക്കാട് ജംഗ്ഷൻ വഴി ചെന്നൈക്ക് പോകണ തിരുവനന്തപുരം ചെന്നൈ മെയിലാണ്. അതെല്ലാ ദിവസവും തിരുവനന്തപുരം സെൻട്രലിന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 7:45 കൂടി ചെന്നൈ സെൻട്രലിൽ എത്തിച്ചേരും. ഒരാൾക്ക് സ്ലീപ്പറിൽ വരുന്നത് 490, തേർഡ് AC വരുന്നത് 1285, സെക്കൻഡ് AC തോന്നുന്നു എനിക്ക് 1600 1900 ആ റേഞ്ച്. പിന്നെയുള്ള ഫസ്റ്റ് AC വരുന്നത് 3060 70 അത്ര രൂപയാണ് ഉള്ളത്. 6 തേർഡ് ACയും 1 സെക്കൻഡ് ACയും 1 ഫസ്റ്റ് ACയും 9 സ്ലീപ്പറും 3 ജനറലുമാണ് ഈ വണ്ടിയിലുള്ളത്. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞാൽ 5 മണിക്ക് പുറപ്പെടുന്ന തിരുവനന്തപുരം ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അതിലും ഈ റേഞ്ചാണ് ടിക്കറ്റ് വരുന്നത്. അതിൽ ഫസ്റ്റ് AC അല്ല, HA1 ആണ്. ഫസ്റ്റ് AC ബിക്കംസ് സെക്കൻഡ് AC ആണ് അതിലുള്ളത്. അതിൽ ഇതേമാതിരി 2 സെക്കൻഡ് AC, ഫസ്റ്റ് ACയും സെക്കൻഡ് ACയും മിക്സഡ്, 10 സ്ലീപ്പർ, 3 ജനറൽ. അതായത് ജനുവരി 1 മുതൽ 12 സ്ലീപ്പർ ഉള്ളത് 10 ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്കി ഉണ്ടാവണം. ഞാൻ ആ വണ്ടി പിന്നെ കണ്ടിട്ടില്ല ജനുവരി തൊട്ട്. ഞാൻ ആ വണ്ടി നോക്കിയിട്ടില്ല. തൃശ്ശൂർ എത്തണത് ആ വണ്ടി
10:30 നേരത്താണ്. അപ്പോൾ അതാണ് എനിക്ക് തന്നെ നോക്കാൻ പറ്റിയിട്ടില്ല. പിറ്റേ പുലർച്ചെ നോക്കാൻ വെച്ചാൽ 1:30 അത് നോക്കിയിട്ടില്ല, നോക്കണത്. അപ്പോൾ അങ്ങനെയാണ്. പിന്നീടുള്ളത് വീക്കിലി എക്സ്പ്രസ് പറയാം. എല്ലാ ശനിയാഴ്ചയും തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈക്ക് പോകണം. തിരുവനന്തപുരം ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് നമ്മുടെ വേറാവൽ എക്സ്പ്രസ്സിൽ ഷെയറിംഗ് വണ്ടിയാണ്. അതിൽ ടിക്കറ്റ് ചാർജ് ഇത്തിരി കുറവാണ്, 450, 10 രൂപ വ്യത്യാസമുണ്ട്. സ്ലീപ്പറിൽ 480, തേർഡ് AC ഇക്കണോമിയിൽ 1140, തേർഡ് ACയിൽ 1285, സെക്കൻഡ് AC എനിക്ക് 1600 സംതിങ് ആണ്. ആൻഡ് ഫസ്റ്റ് AC ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാണ്. ഫസ്റ്റ് AC ഉണ്ടെങ്കിൽ 3000 രൂപയാണ് വരും, 3050 അങ്ങോട്ടാണ് വരേണ്ടത്. 3 ജനറലുണ്ട്. ജനറൽ എനിക്ക് തോന്നുന്നു 250 രൂപയും തിരുവനന്തപുരത്തുനിന്ന് ഉണ്ടാവാം. ഒരു റേഞ്ച് ആവണം ഉണ്ടാവേണ്ടത്. അപ്പോൾ അങ്ങനെയാണ്. പിന്നീട് നമ്മുടെ AC സൂപ്പർ ഫാസ്റ്റാണ്. ബുധനാഴ്ചയും ഈ ഒരു ടൈം, ബുധനാഴ്ചയും ഞായറാണ് ശനിയാണോ എന്നറിയാത്. അതായത് ഈ ഒരു AC സൂപ്പർ ഫാസ്റ്റ് ബുധനും ഞായറും ആണെങ്കിൽ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ശനിയാഴ്ച മാത്രമാണ്. ഈ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റിന് സമയം വെച്ചാലാണ് ഈ ബുധനും